പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അനിമൽ ഫിസിയോളജിയിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് എൻഡോക്രൈനോളജി. നിങ്ങൾ എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹോർമോൺസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. അപ്പൊ ഈ ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ എൻഡോക്രൈനോളജിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ പ്ലസ് 2 മുതലെല്ലാം പഠിച്ചു വരുന്നുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ പറയും, ഒരു CUET ലെവൽ അല്ലെങ്കിൽ IIT JAM ലെവലിൽ നമ്മളിവിടെ പഠിപ്പിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ശരിക്കും ഈ ഒരു അനിമൽ ഫിസിയോളജി എന്ന് പറയുന്നത് ഒരു 40-45 ഹവറിന്റെ ക്ലാസ്സുകളാണ് ഒരു നെറ്റ് ലെവലിൽ പഠിപ്പിക്കുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് അത്രയൊന്നും വേണ്ട. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞാൽ മതി. അപ്പൊ എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി അഡീഷണൽ കാര്യങ്ങളൊക്കെ നമ്മൾ PYQ ഡിസ്കഷനിൽ എല്ലാം ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് നോട്ടുകളും തരും. അപ്പൊ നമുക്ക് തുടങ്ങാം എൻഡോക്രൈനോളജി. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഹോർമോൺസ് എന്താ, എൻഡോക്രൈൻ സിസ്റ്റം എന്താന്നൊക്കെ ഒന്ന് ജസ്റ്റ് പറയണം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, എക്സോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്, അല്ലെ? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രന്ഥികളിൽ നിന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നേരെ ഡയറക്റ്റ് ആയിട്ട് എവിടേക്കാണ് റിലീസ് ചെയ്യുക? ബ്ലഡിലോട്ടാണ് റിലീസ് ചെയ്യുക. എന്നിട്ട് ഈ ഹോർമോൺസ് ബ്ലഡ് വഴി പല പല ടാർഗറ്റ് സൈറ്റിലെത്തും, പല പല ഓർഗൻസിലെത്തും. അപ്പൊ ഇവർക്കൊന്നും ഡക്റ്റ് ഇല്ല. അപ്പൊ ഇവർക്ക് നമ്മൾ എന്ത് വിളിക്കാൻ പറ്റും? ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്ന് വിളിക്കാൻ പറ്റും. മറിച്ച് എക്സോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, അവർക്ക് എന്തുണ്ട്? ഡക്റ്റുകൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഡക്റ്റ് ഗ്ലാൻഡ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഈ ഡക്റ്റ്ലെസ്? അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ വീട്ടിൽ ഒരു ടാങ്ക് ഉണ്ടാവും. ടാങ്കിൽ ഫുള്ള് വെള്ളമാണ്. ആ വെള്ളം നമ്മുടെ വാഷ്റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഒക്കെ എത്തുന്നുണ്ട്. അപ്പൊ എത്തുന്നത് ഒരു പൈപ്പ് വഴിയല്ലേ? അതായത് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഒരു പൈപ്പ് വഴിയാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു ഡക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ ഇങ്ങനെ ഒരു ഡക്റ്റ് ഉണ്ടാവില്ല. നേരെ അവർ റിലീസ് ചെയ്യുന്നു. എവിടേക്കാണ് റിലീസ് ചെയ്യുന്നത്? ബ്ലഡിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കൺട്രോൾ സിസ്റ്റം. ഒരു കൺട്രോൾ സിസ്റ്റം ആണ്. എന്തിന്റെ കൺട്രോൾ സിസ്റ്റം ആണ്? ഇറ്റ് ഈസ് എ കൺട്രോൾ സിസ്റ്റം ഓഫ് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്. ഡക്ട്ലെസ് ഗ്ലാൻഡ്സിന്റെ കൺട്രോൾ സിസ്റ്റം ആണ്. ഈ ഡക്ട്ലെസ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? അവർ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ റിലീസ് ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സിന്റെ പേരാണെന്ത്? ആ റിലീസ് ചെയ്യുന്ന കെമിക്കൽ മെസ്സഞ്ചേഴ്സിന്റെ പേരെന്താണ്? ഹോർമോൺസ് എന്നാണ്. അപ്പോൾ ഹോർമോൺസ് എന്ത് ചെയ്യും? സർക്കുലേറ്റ് വിത്തിൻ ദ ബോഡി. ബോഡിയിലെ പല ഭാഗത്തിലോട്ട് എന്ത് ചെയ്യും? സർക്കുലേറ്റ് ചെയ്യും. ഇതിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്? ത്രൂ ബ്ലഡ് സ്ട്രീം. ബ്ലഡ് സ്ട്രീമിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ടേംസ് കാണാം. ക്ലാസിക്കൽ എൻഡോക്രൈൻ സിഗ്നലിംഗ് മെക്കാനിസം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് തന്നെയാണ് എന്ത്? ക്ലാസിക്കൽ എൻഡോക്രൈൻ സിഗ്നലിംഗ് മെക്കാനിസം. അതായത് ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നു. കെമിക്കൽ എന്ന് പറയുന്നത് ഹോർമോണൽ കെമിക്കലാണ്. ആ റിലീസ് ചെയ്യപ്പെട്ടുള്ള കെമിക്കല് നേരെ എവിടേക്ക് പോകുന്നു? ഇൻ ടു ദ സർക്കുലേഷനിലോട്ട് പോകുന്നു. സർക്കുലേഷൻ മീൻസ് ബ്ലഡ്. ഇവിടെ ബ്ലഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലേഷൻ. എന്നിട്ട് സർക്കുലേഷനിലൂടെ ഈ ഒരു ഹോർമോൺ അല്ലെങ്കിൽ കെമിക്കൽ പോയിട്ട് ഡിസ്റ്റന്റ് ടാർഗറ്റ് ടിഷ്യൂവിൽ ആക്ട് ചെയ്യും. മനസ്സിലായി? ഇതാണ് എന്ത്? ക്ലാസിക്കൽ എൻഡോക്രൈൻ സിഗ്നലിംഗ് മെക്കാനിസം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട, ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഗ്ലാൻഡുകൾ ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തൈമസ് ഉണ്ട്, പൈനിയൽ ഉണ്ട്. ഓക്കെ. അപ്പോ ഉദാഹരണത്തിന് ഹൈപ്പോതലാമസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ട്. അതിൽപ്പെട്ട ഒരു സെല്ലാണ് എന്ത്? ന്യൂറോ സെക്രീറ്ററി സെൽസ്. ഈ ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോർമോൺസിനെ അല്ലെങ്കിൽ കെമിക്കലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി രണ്ട് ടേം ഉണ്ട്, പാരാക്രൈൻ സിഗ്നലിംഗ് ആൻഡ് ഓട്ടോക്രൈൻ സിഗ്നലിംഗ്. പാരാക്രൈൻ സിഗ്നലിംഗ് എന്ന് പറയുമ്പോഴേ, നമ്മളൊരു ഗ്ലാൻഡ് എടുത്താല് അല്ലെങ്കിൽ ഒരു ഓർഗൻ എടുത്തു, ആ ഓർഗനിൽ ഒരു ഹോർമോൺ ഒന്ന് ആക്ട് ചെയ്യാം. അപ്പൊ ഒരു ഓർഗൻ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉണ്ടാവുക പൊതുവെ. അപ്പൊ പാരാക്രൈൻ സിഗ്നലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗൻ ഉണ്ട്, ആ ഓർഗനിൽ ഒരുപാട് സെല്ലുണ്ട്. അപ്പൊ ആ ഓർഗനിലുള്ള ഒരു സെല്ല് എന്ത് ചെയ്തു? ഒരു കെമിക്കലിനെ റിലീസ് ചെയ്തു. ഓക്കെ. ആ കെമിക്കൽ അതിന്റെ നൈബറിംഗ് ആയിട്ടുള്ള, അയൽവാസി ആയിട്ടുള്ള മറ്റൊരു സെല്ലുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. അപ്പോൾ ഒരു സെല്ല് റിലീസ് ചെയ്യുന്നു, അത് ആ റിലീസ് ചെയ്യപ്പെട്ടുള്ള കെമിക്കൽ അടുത്ത ആളുമായിട്ട് കണക്ട് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അതിനാണ് എന്ത് പറയുന്നത്? പാരാക്രൈൻ സിഗ്നലിംഗ്. സിമ്പിൾ അല്ലേ? ഓട്ടോക്രൈൻ സിഗ്നലിംഗ് പറഞ്ഞാൽ എന്താ? ഓട്ടോ മീൻസ് സെൽഫ് എന്നാണ്. അതായത് ഒരു സെല്ല് എന്ത് ചെയ്യുന്നു? ഒരു ഓർഗനിലുള്ള ഒരു സെല്ല് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള കെമിക്കൽ അതേ സെല്ലിനെ തന്നെ വീണ്ടും ആക്ട് ചെയ്യുന്നു, അതേ സെല്ലുമായിട്ട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഓട്ടോക്രൈൻ സിഗ്നലിംഗ് എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഈ ഒരു ഹോർമോൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ടല്ലോ, ഇതെന്താണ്? സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം ഓഫ് ദി ബോഡിയാണ്. നമ്മുടെ ശരീരത്തിന്റെ സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം എന്ന് പറയപ്പെടുന്നത് ആരാണ്? എൻഡോക്രൈൻ സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം വീണ്ടും പറയാണ്, ഇവരെന്ത് ചെയ്യും? എൻഡോക്രൈൻ സിസ്റ്റം ഹോർമോൺസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോൺസ് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യപ്പെടും. ഹോർമോൺസിന് ഒരുപാട് മേജർ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ റീപ്രൊഡക്ഷനിൽ ഹോർമോൺസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ റോൾ ഉണ്ട്. മൊബിലൈസേഷൻ ഓഫ് ബോഡി ഡിഫൻസിൽ റോൾ ഉണ്ട്. നമ്മളെ ഹോമിയോസ്റ്റാസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്ത് ഹോർമോൺസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെറ്റബോളിസം നടക്കുന്നുണ്ട്, റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ സഹായം വേണം? ഹോർമോൺസിന്റെ സഹായം വേണം. ഹോർമോൺസ് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി ബാക്കി കാര്യങ്ങളോട്ട് വരാം. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ഈ സ്പെഷ്യലൈസ്ഡ് സെൽസ് എന്ന് പറയുമ്പോൾ ഓരോ ഗ്ലാൻഡിലും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ടാവും. അവരാണ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത്. ഹോർമോൺസ് എവിടേക്ക് നിന്നിട്ട് റിലീസ് ചെയ്യും? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിലോട്ട് റിലീസ് ചെയ്യും. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ബ്ലഡ് ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. എന്നിട്ട് ഈ ബ്ലഡ് എന്ത് ചെയ്യും? ഹോർമോൺസിന്റെ അതിന്റെ ടാർഗറ്റ് സൈറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അവിടെ പോയിട്ട് ആക്ട് ചെയ്യും. ക്ലിയർ ആണോ? നമ്മൾ ഓരോ ഹോർമോൺസിനെ കുറിച്ചും വ്യത്യസ്തമായിട്ട് പഠിക്കും. ഓരോ ഹോർമോൺസിനെ കുറിച്ചും അതിന്റെ വ്യത്യസ്ത ഫംഗ്ഷനെ കുറിച്ചും നമ്മൾ പഠിക്കും. ഇനി കെമിസ്ട്രി ആണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഹോർമോൺസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓരോ ഹോർമോൺസ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഒറിജിന് ഡിഫറെന്റ് ആയിരിക്കും. ചിലത് അമിനോ ആസിഡ് ബേസ്ഡ് ഹോർമോൺസ് ആയിരിക്കും, ചിലത് പ്രോട്ടീൻ ബേസ്ഡ് ആയിരിക്കും, ചിലത് പെപ്റ്റൈഡ് ബേസ്ഡ്, അമീൻ ബേസ്ഡ്, പിന്നെ സ്റ്റീറോയിഡ് ബേസ്ഡ് ഹോർമോൺസ് ഉണ്ട്. ഈ സ്റ്റീറോയിഡ് ബേസ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി ദേ ആർ മെയ്ഡ് ഫ്രം കൊളസ്ട്രോൾ. പ്രൊസ്റ്റാഗ്ലാൻഡിൻ ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. ഈ പ്രൊസ്റ്റാഗ്ലാൻഡിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇവര് ദേ ആർ മെയ്ഡ് ഫ്രം ഹൈലി ആക്റ്റീവ് ലിപ്പിഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് നമുക്ക് CUTക്ക് പഠിക്കാനുള്ളത്. ഈ അനിമൽ ഫിസിയോളജി, എക്കോളജി ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാനുള്ളത്. നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എല്ലാം നമ്മളെ മനസ്സിൽ പതിയും. ഓക്കെ, ഇതൊന്നും പുതിയ കോൺസെപ്റ്റുകളല്ല. ഇനി ഹോർമോണിന്റെ ആക്ഷൻ, ആ ഹോർമോൺ ആക്ഷൻ ഉണ്ടാവല്ലോ, അതിന്റെ ഒരു മെക്കാനിസം ആണ് പറയാൻ പോകുന്നത്. ഹോർമോൺ അഫക്ട് ഓൺലി സർട്ടൻ ടിഷ്യൂസ് ഓർ ഓർഗൻസ്. ഹോർമോൺസ് എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ ടിഷ്യൂനെയോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഓർഗൻസിനെ മാത്രമേ അതിന്റെ മുകളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആക്ട് ചെയ്യുള്ളൂ. അങ്ങനെ പറഞ്ഞാലേ, ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് പിറ്റ്യൂട്ടറി ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ പാർട്ടാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? പ്രൊലാക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫീമെയിൽസിൽ ഈ പ്രൊലാക്റ്റിന് മാമറി ഗ്ലാൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. മാമറി ഗ്ലാൻഡിൽ മാത്രമാണ് പോയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഓർഗനിലും പോയിട്ട് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഓരോ ഹോർമോണും അതിൻ്റെതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് സൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ ടാർഗറ്റ് സെല്ല് അല്ലെങ്കിൽ ടാർഗറ്റ് ഓർഗനിലോട്ട് പോകുമ്പോൾ ആ ഓർഗൻ അതിനെ സ്വീകരിക്കണമെങ്കിൽ ആ ഓർഗൻ ഒരു പെർട്ടിക്കുലർ റിസപ്റ്റർ വേണം. അപ്പോൾ അതാണ് എന്ത്? സ്പെസിഫിക് പ്രോട്ടീൻ റിസപ്റ്റർ. ടാർഗറ്റ് സെൽസ് മസ്റ്റ് ഹാവ് സ്പെസിഫിക് പ്രോട്ടീൻ റിസപ്റ്റേഴ്സ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുള്ളൂ? ഹോർമോണ് ഈ ഒരു ടാർഗറ്റ് സെല്ലിലോട്ട് ബൈൻഡ് ചെയ്യുള്ളൂ. ഹോർമോൺ ബൈൻഡിങ് ഇൻഫ്ലുവൻസസ് ദ വർക്കിംഗ് ഓഫ് ദി സെൽസ്. അപ്പോൾ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു, ആ ഹോർമോൺ ബ്ലഡിലൂടെ പോയിട്ട് ടാർഗറ്റ് സെല്ലിലെത്തി. പക്ഷെ ടാർഗറ്റ് സെല്ലിൽ റിസപ്റ്റർ ഇല്ലെങ്കിൽ ഹോർമോൺ അവിടെ ബൈൻഡ് ചെയ്യില്ല. ടാർഗറ്റ് സെല്ലിൽ റിസപ്റ്റർ വേണം, എന്നാലേ എന്ത് സംഭവിക്കുള്ളൂ? ഈ ഹോർമോണ് ടാർഗറ്റ് സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ അതിൽ ഒരുപാട് റിയാക്ഷൻസും ആക്ഷൻസും ഒക്കെ നടക്കും. അതൊക്കെ നമ്മൾ ഓരോന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരുപാട് ഫംഗ്ഷൻസ് ഞാനൊരു 4 പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെ പ്ലാസ്മ മെംബ്രെയിൻ പെർമിയബിലിറ്റി ഉണ്ടല്ലോ, പ്ലാസ്മ മെംബ്രെയിൻ എല്ലാവരും കടത്തി വിടൂല. അപ്പോൾ അതിന്റെ ഒരു പെർമിയബിലിറ്റി ഉണ്ടാവും. അതിനെ മാറ്റാൻ ആർക്ക് സഹായിക്കും? ഹോർമോൺസിന് സഹായിക്കും. അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന് ഒരുപാട് ഇലക്ട്രിക്കൽ സ്റ്റേറ്റ് ഉണ്ട്, ചാർജസ് ഉണ്ട്. നിങ്ങൾ ന്യൂറോൺസിന്റെ നെർവ് ഇമ്പൾസ് പഠിക്കുമ്പോൾ നിങ്ങൾ അത് പഠിക്കും, എന്താണ് ചാർജ്, എന്തൊക്കെ ചാർജ് ആണുള്ളത്. അപ്പോൾ അതിനൊക്കെ മാറ്റാൻ ആർക്ക് സഹായിക്കും? ഈ ഹോർമോൺസ് വന്നു കഴിഞ്ഞാൽ ഹോർമോൺസിന് ഹോർമോൺസ് ഇതിനെ ഈ ഒരു പെർമിയബിലിറ്റിയെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. അതുപോലെ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ഇപ്പൊ എൻസൈം പറഞ്ഞാൽ എന്താ? ഒരു പ്രോട്ടീൻ ആണ്. അതിനെ സിന്തസൈസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എൻസൈം ചില സമയത്ത് ആക്ടിവേറ്റ് ആകണം, ചില സമയത്ത് ഇനാക്ടിവേറ്റ് ആയിരിക്കണം. അപ്പോൾ ഇതിനെ സഹായിക്കുന്നതും ഈ ഒരു പ്രോസസ്സിനെ സഹായിക്കുന്ന ആരാണ്? ഹോർമോൺസ് ആണ്. പിന്നെ മൈറ്റോസിസിന്റെ സ്റ്റിമുലേഷന്
ചെയ്യുന്നതിൽ ഹോർമോൺസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളുണ്ട്. അപ്പോൾ അത് ഓരോന്ന് നിങ്ങൾ സെൽ സൈക്കിളിൽ പഠിക്കും. അത് നമ്മളെ വിഷ്ണു സാർ എടുക്കുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ സെൽ സൈക്കിൾ ഏതൊക്കെ ഹോർമോൺസ് ആണ്. ഇപ്പൊ പ്രൊജസ്ട്രോൺ ഉണ്ട്, ഇൻസുലിൻ കൈനേസ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അവിടെ പഠിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഹോർമോണിന്റെ ആക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് പഠിക്കുക. ഒന്ന് സ്റ്റീറോയിഡ് ഹോർമോൺസ് ഉണ്ടല്ലോ, അവരുടെ ഒരു ആക്ഷൻ ഉണ്ട്. മറ്റൊന്ന് നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ ആക്ഷൻ ഉണ്ട്. രണ്ടും സിമ്പിൾ ആണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് ഞാനിവിടെ പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റീറോയിഡ് ഹോർമോൺ. സ്റ്റീറോയിഡ് ഹോർമോൺ ബ്ലഡിലൂടെ വന്ന് സെല്ലിന്റെ പുറത്ത്, ടാർഗറ്റ് സെല്ലാണ് കേട്ടോ ഈ കാണുന്നത്, ഈ ടാർഗറ്റ് സെല്ലിന്റെ പുറത്ത് സ്റ്റീറോയിഡ് ഹോർമോൺ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ഹോർമോണും അതിന്റെ ടാർഗറ്റ് സെല്ല് സ്വീകരിക്കണമെങ്കിൽ റിസപ്റ്റർ വേണം. സ്റ്റീറോയിഡ് ഹോർമോണിന്റെ റിസപ്റ്റർ എപ്പോഴും എവിടെ ഉണ്ടാവുക? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ആര് കിടക്കുന്നത്? റിസപ്റ്റർ കിടക്കുന്നത്. നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ റിസപ്റ്റർ പ്ലാസ്മ മെംബ്രെയിനിലാണ് കിടക്കുക. സ്റ്റീറോയിഡ് ഹോർമോൺ റിസപ്റ്റർ എവിടെ കിടക്കുക? ന്യൂക്ലിയസിലാണ് കിടക്കുക. ഓക്കെ. അപ്പൊ സ്റ്റീറോയിഡ് ഹോർമോൺ പ്ലാസ്മ മെംബ്രെയിൻ കടന്ന് സൈറ്റോപ്ലാസം കടന്ന് ന്യൂക്ലിയോപോർ കടന്ന് ന്യൂക്ലിയസിന്റെ ഉള്ളിലെത്തി റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? റിസപ്റ്ററിന് ഉള്ളിലാണ്, അപ്പോൾ ഹോർമോൺ ഉള്ളിലോട്ട് കടക്കുന്നുണ്ട്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എത്തുന്നുണ്ട്, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. എന്നിട്ട് ഈ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഒരു DNA ബൈൻഡ് ചെയ്യും. അങ്ങനെ DNA ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, mRNA ഉണ്ടാവും. mRNA ആദ്യം ഉണ്ടാവുന്നത് ഇമ്മച്ചുവർ ആയിരിക്കും, എന്നിട്ട് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻ നടന്നിട്ട് മെച്ചുവർ mRNA ഈ mRNA സൈറ്റോപ്ലാസത്തിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. എന്നിട്ട് ഇവിടെ പ്രോട്ടീൻ ഉണ്ടാവും. ഇത് നമ്മൾ മോളിക്കുലറിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു പ്രോട്ടീൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്റ്റീറോയിഡ് ഹോർമോൺ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയാം. ഇവരെന്ത് ചെയ്യും? സ്റ്റീറോയിഡ് ഹോർമോൺ ഡിഫ്യൂസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദി ടാർഗറ്റ് സെൽ, എന്നിട്ട് ന്യൂക്ലിയസിലോട്ട് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്തതിനു ശേഷം ഒരു സ്പെസിഫിക് പ്രോട്ടീൻ ഉണ്ടാവും. ആ പ്രോട്ടീന്റെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. ഞാൻ റിസപ്റ്റർ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള സ്പെസിഫിക് പ്രോട്ടീനുമായി ബൈൻഡ് ചെയ്യും. ഓക്കെ. അങ്ങനെ ബൈൻഡ് ചെയ്ത് ഈ ഒരു പ്രോട്ടീൻ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടല്ലോ, ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്, അവര് DNA ബൈൻഡ് ചെയ്യും. DNA എന്ന് പറഞ്ഞാൽ എന്താ? DNA ഒരുപാട് ജീൻ ഉണ്ട്. അപ്പോൾ ആ ജീൻ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടും. ഈ ഒരു DNA ജീന് അതുപോലെ പ്രോട്ടീൻ സിന്തസിസ് ഇതൊക്കെ നമ്മൾ മോളിക്കുലറിൽ പഠിക്കുന്നുണ്ടല്ലോ. ഇനി നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ ആക്ഷൻ വ്യത്യാസം എന്താ വെച്ചാൽ, ഇതില് ഹോർമോൺ ഉള്ളിലോട്ട് പോവില്ല. ഹോർമോണിന് വേണ്ട റിസപ്റ്റർ എവിടെയാണ് കിടക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിനിലാണ് കിടക്കുക. നേരത്തെ നമ്മൾ എന്താ പഠിച്ചത്? സ്റ്റീറോയിഡ് ഹോർമോൺ ആക്ഷനില് റിസപ്റ്റർ എവിടെ കിടക്കുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ സ്റ്റീറോയിഡ് ഹോർമോൺ ഉള്ളിലോട്ട് വരും. പക്ഷെ നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ ആക്ഷനില് റിസപ്റ്റർ എവിടെ കിടക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ ഉള്ളിലോട്ട് കടക്കില്ല. ഓക്കെ. അങ്ങനെ ഈ നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ഈ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട റിസപ്റ്റർ പ്രോട്ടീൻ അല്ലെങ്കിൽ റിസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ആക്കും. ഓക്കെ. അപ്പൊ എൻസൈം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ ഒരു സബ്സ്ട്രേറ്റിനെ കൺവേർട്ട് ചെയ്യും. ഇവിടെ ATP ആണ്. ഈ ATPയെ കൺവേർട്ട് ചെയ്തിട്ട് CAMP ആക്കും. CAMP എന്താവും? ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. ആ സെക്കൻഡ് മെസ്സഞ്ചർ നമ്മൾ ഒരുപാട് മെറ്റബോളിസത്തിൽ അല്ലെങ്കിൽ സെല്ലുലാർ ഫംഗ്ഷനിൽ ഒരുപാട് റോൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഗ്ലൈക്കജൻ ബ്രേക്ക് ഡൗൺ, അതായത് ഗ്ലൈക്കോലൈസിസ്, അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നോൺ സ്റ്റീറോയിഡ് ഹോർമോൺ റിസപ്റ്റർ പ്ലാസ്മ മെംബ്രെയിനിലാണ് കിടക്കുക. ഒന്നാമത്തെ ഡിഫറൻസ്, ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാവും. ഓക്കെ. ഇതാണ് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. എന്ന് പറയുന്നത് അത് നമ്മൾ ഇവിടെ നിന്ന് നോക്കാം. ഹോർമോൺ ബൈൻഡ്സ് ടു മെംബ്രെയിൻ റിസപ്റ്റർ. മെംബ്രെയിൻ റിസപ്റ്ററുമായിട്ട് ഹോർമോൺ ബൈൻഡ് ചെയ്യപ്പെടും. ഇവിടെ ഹോർമോൺ എന്ത് ചെയ്യുന്നില്ല? സെല്ലിന്റെ ഉള്ളിലോട്ട് പോകുന്നില്ല. അങ്ങനെ മെംബ്രെയിൻ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻ നടക്കും. എന്നിട്ട് എൻസൈം ആക്ടിവേറ്റ് ചെയ്യും. ഈ എൻസൈം എന്തിനെ കാറ്റലൈസ് ചെയ്യും? ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യും. ആ റിയാക്ഷൻ പ്രൊഡ്യൂസസ് എ സെക്കൻഡ് മെസ്സഞ്ചർ മോളിക്യൂൾ. ആ റിയാക്ഷൻ വഴി ഒരു സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടാവും. ഈ സെക്കൻഡ് മെസ്സഞ്ചർ എന്ത് ചെയ്യും? അഡീഷണൽ ഇൻട്രാ സെല്ലുലാർ ചേഞ്ചസ് ടു പ്രൊമോട്ട് എ സ്പെസിഫിക് റെസ്പോൺസ്. ഒരു സ്പെസിഫിക് റെസ്പോൺസിനെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിൽ ചേഞ്ച് വരുത്താൻ സഹായിക്കും. ഒരു സ്പെസിഫിക് റെസ്പോൺസ് ആണ് എന്താ? ഗ്ലൈക്കോലിസിസ്. ഗ്ലൈക്കജന്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടല്ലോ, ഗ്ലൈക്കോലൈസിസ്. അപ്പൊ അത് നടത്താനൊക്കെ ആര് സഹായിക്കും? ഈ നോൺ സ്റ്റീറോയിഡ് ഹോർമോണൽ ആക്ഷന് സഹായിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഡിഫറൻസ് എന്താ? ഈ റിസപ്റ്ററിന്റെ പൊസിഷനും അതുപോലെ സെക്കൻഡ് മെസ്സഞ്ചർ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഏതിൽ വരുന്ന ഡിഫറൻസ്? സ്റ്റീറോയിഡ് ഹോർമോണിലും നോൺ സ്റ്റീറോയിഡ് ഹോർമോണിലും വരുന്ന ഡിഫറൻസ്.
ഇനി കൺട്രോൾ ഓഫ് ഹോർമോൺ റിലീസ്. ഒരു ഹോർമോൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശരീരത്തിൽ റിലീസ് ചെയ്യോ? ഇല്ല. ഒരു പെർട്ടിക്കുലർ സമയത്ത് റിലീസ് ചെയ്യും, പിന്നെ ഒരു പെർട്ടിക്കുലർ സമയത്ത് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറക്കാൻ വേണ്ടിയിട്ട് ആര് റിലീസ് ചെയ്യും? ഇൻസുലിൻ റിലീസ് ചെയ്യും. അങ്ങനെ ഇൻസുലിൻ റിലീസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കുറയും. ഗ്ലൂക്കോസ് എങ്ങനെയാണ് കുറയുന്നത്? ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഗ്ലൂക്കോസ് കുറയുന്നത്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? ഇൻസുലിൻ. അങ്ങനെ കുറഞ്ഞ ഒരു പോയിന്റ് എത്തും, അതിലേറെ കുറയാൻ പാടില്ല ഗ്ലൂക്കോസ്. അപ്പൊ ഗ്ലൂക്കോസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഗ്ലൂക്കാഗോൺ ഉണ്ടല്ലോ, അതും പാൻക്രിയാസ് ആണ് റിലീസ് ചെയ്യുന്നത്. ഗ്ലൂക്കാഗോൺ ഹോർമോൺ റിലീസ് ചെയ്യാൻ തുടങ്ങും. ഇൻസുലിൻ ഹോർമോണിന്റെ റിലീസ് ഉണ്ടല്ലോ, അത് കുറയാനും തുടങ്ങും. അപ്പൊ ഗ്ലൂക്കാഗോൺ ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടി വരും. അതിന് ഗ്ലൂക്കോസ് കൂടി ഒരു പോയിന്റ് എത്തും, അതിന്റെ മുകൾക്ക് പോകാൻ പാടില്ല. അപ്പൊ ഗ്ലൂക്കോസ് ആ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഗ്ലൂക്കോസിനെ കുറക്കണം. അപ്പൊ വീണ്ടും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് പറയാൻ പറ്റും. ഒരാൾ കൂടുമ്പോൾ മറ്റൊരാൾ കുറക്കും. അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഓക്കെ. അപ്പോൾ ഹോർമോൺ ലെവൽസ് ഇൻ ദ ബ്ലഡിലുള്ള ഹോർമോൺ ലെവൽസ് ആർ മെയിൻറ്റൈൻഡ് ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ. എ സ്റ്റിമുലസ് ഓർ ലോ ഹോർമോൺ ലെവൽസ് ഇൻ ദ ബ്ലഡിൽ ഒരു ലോ ഹോർമോൺ ഉണ്ടെങ്കിൽ ഇറ്റ് ട്രിഗേഴ്സ് ദ റിലീസ് ഓഫ് മോർ ഹോർമോൺ. അത് ഒരുപാട് ഹോർമോൺസിനെ റിലീസ് ചെയ്യാൻ സഹായിക്കും. അത് ഇത് ഓരോ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസ് ഇവര് ട്രിഗർ ചെയ്തിട്ട് ഒരുപാട് ഹോർമോൺസ് റിലീസ് ചെയ്യും. ഹോർമോൺ റിലീസ് സ്റ്റോപ്സ് വൺസ് ആൻ അപ്രോപ്രിയേറ്റ് ലെവൽ ഇൻ ദ ബ്ലഡ് ഈസ് റീച്ച്ഡ്. ബ്ലഡില് ഒരു ഉദാഹരണത്തിന് ബ്ലഡിൽ ഷുഗർ ആവട്ടെ അല്ലെങ്കിൽ കാൽഷ്യം ആവട്ടെ, അതിൻ്റെ ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ ആ ഹോർമോൺ റിലീസ് ആവും. എന്നിട്ട് വേറെ ഹോർമോൺസ് ബ്ലഡിൽ ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ, ഗ്ലൂക്കോസിന്റെ കാൽഷ്യത്തിന്റെ ലെവൽ ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഹോർമോണിന്റെ റിലീസ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് വേറൊരു ഹോർമോൺ ആക്റ്റീവ് ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ ഓരോന്ന് പറയും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ ഹോർമോണൽ സ്റ്റിമുലസ് ഉണ്ട്, ഹ്യൂമറൽ സ്റ്റിമുലസ് ഉണ്ട്, ന്യൂറൽ സ്റ്റിമുലസ് ഉണ്ട്. അത് നമ്മൾ ഡയഗ്രാം വെച്ചിട്ട് പറയാൻ പോവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന? ഹോർമോണ്. പക്ഷെ എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലാത്ത കുറെ ആളുകളുണ്ട്. കിഡ്നി, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ ട്രാക്ട്, ഇവരൊന്നും എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല, ഗ്രന്ഥികളല്ല. പക്ഷെ അവരും എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺസ് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ആക്ടിവേറ്റഡ് ബൈ അതർ ഹോർമോൺസ്. ഹ്യൂമറൽ സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹ്യൂമറൽ സ്റ്റിമുലി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആർ ആക്ടിവേറ്റഡ് ബൈ അതർ ഹോർമോൺ. ഉദാഹരണത്തിന് ഇതൊരു ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഒരുപാട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്ത ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോവും. എന്നിട്ട് പിറ്റ്യൂട്ടറിയിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാവും, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാവും. എന്നിട്ട് ഈ ഹൈപ്പോതലാമസ് ആന്റീരിയർ പിറ്റ്യൂട്ടറി പോയിട്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്ത അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹോർമോൺസ് വേറെ ഗ്ലാൻഡിന്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യും. തൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രിനൽ കോർട്ടെക്സ്, ഗോണാഡ്, ഇവിടെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹോർമോൺസ് ഉണ്ടല്ലോ, ദേ സ്റ്റിമുലേറ്റ് അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ടു സെക്രീറ്റ് ഹോർമോൺസ്. അപ്പോൾ ഒരു ഗ്ലാൻഡ് മറ്റൊരു ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ആക്കുന്നു, ആ ഗ്ലാൻഡ് വേറൊരു ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ആക്കുന്നു. അതാണ് ഹ്യൂമറൽ സ്റ്റിമുലി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമറൽ സ്റ്റിമുലി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ബ്ലഡ് ലെവൽസ് ഓഫ് സർട്ടൻ അയോൺ സ്റ്റിമുലേറ്റ് ഹോർമോൺ റിലീസ്. അതായത് ബ്ലഡ് ലെവലിലുള്ള മാറ്റങ്ങൾ ചില ഹോർമോൺസിനെ റിലീസ് ചെയ്യാനും ചില ഹോർമോൺസിനെ സ്റ്റോപ്പ് ചെയ്യാനും സഹായിക്കും. ഉദാഹരണത്തിന് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഹോർമോൺസ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഹോർമോൺസിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഇവിടെ കാപ്പിലറി ബ്ലഡ് കണ്ടെയ്ൻസ്, നമ്മളെ ബ്ലഡ് വെസൽസിൽ ലോ കോൺസെൻട്രേഷൻ ഓഫ് കാൽഷ്യമാണ്. അപ്പൊ കാൽഷ്യത്തിന്റെ ലെവല് ബ്ലഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും? പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതായത് ബ്ലഡിലാണല്ലോ കുറവ്. അപ്പൊ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആരെ റിലീസ് ചെയ്യും? പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യും. പാരാതൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോളിൽ ഒരുപാട് കാൽഷ്യം ഉണ്ടാവില്ല, ആ കാൽഷ്യം ഒക്കെ പാരാതൈറോയ്ഡ് ഹോർമോൺ കാരണം ബ്ലഡിലോട്ട് റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ ബ്ലഡിൽ എന്താവും? കാൽഷ്യത്തിന്റെ എമൗണ്ട് വീണ്ടും കൂടാൻ തുടങ്ങും. അപ്പൊ ഇവിടെ റോൾ ആരാ ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് റിലീസ് ചെയ്യാനുള്ള കാരണം എന്താ? ബ്ലഡിൽ കാൽഷ്യം ലെവൽ കുറഞ്ഞത് കൊണ്ടാണ്.
അപ്പൊ ഇതാണ് ഹ്യൂമറൽ സ്റ്റിമുലി ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ ന്യൂറൽ സ്റ്റിമുലി ഉണ്ട്, അതായത് ഇവിടെ നെർവ് ഇമ്പൾസ് സ്റ്റിമുലേറ്റ് ഹോർമോൺ റിലീസ്. ഇവിടെ ഹോർമോൺ റിലീസ് ചെയ്യാനുള്ള കാരണം നെർവ് ഇമ്പൾസ് ആണ്. മോസ്റ്റ് ആർ അണ്ടർ കൺട്രോൾ ഓഫ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സിമ്പത്തറ്റിക് ഉണ്ട്, നോൺ സിമ്പത്തറ്റിക് ഉണ്ട്. അപ്പൊ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കാരണമാണ് അധിക കൺട്രോൾ നടക്കുന്നത്. ഉദാഹരണത്തിന് പ്രീ ഗാംഗ്ലിയോണിക് SNS ഫൈബർ ഉണ്ട്. ഇതാണ് പ്രീ ഗാംഗ്ലിയോണിക് SNS ഫൈബർ. ഇവരെന്ത് ചെയ്യും? അഡ്രിനൽ മെഡുല്ലനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അഡ്രിനൽ മെഡുല്ലനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കാറ്റക്കോളമൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് കാറ്റക്കോളമൈൻസ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കും. നിങ്ങൾ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ ഒക്കെ കേട്ടിട്ടില്ലേ? അതാണ് കാറ്റക്കോളമൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ അറിയുന്ന കാര്യമാണ്, അതാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഇനി മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ ലൊക്കേഷൻ ആണ്. പൈനിയൽ ഗ്ലാൻഡ് ഇവിടെയാണ് കിടക്കുന്നത്, ഹൈപ്പോതലാമസ് ഹെഡിന്റെ അവിടെ കിടക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിന്നെ താഴോട്ട് നെക്കിന്റെ അവിടെ വരുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ്. ഇതിന്റെ ബാക്കിലായിട്ട്, തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ബാക്കിലായിട്ട് ആരുണ്ടാവും? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാവും. ഈ ഹാർട്ടിന്റെ ഇവിടെ ആരുണ്ടാവും? തൈമസ് ഉണ്ടാവും. പിന്നെ അഡ്രിനൽ ഗ്ലാൻഡ് കിഡ്നിന്റെ അവിടെ, പാൻക്രിയാസ് ഡ്യൂഡിനത്തിന്റെ സൈഡിലായിട്ടുണ്ടാവും. പിന്നെ ഓവറി ഫീമെയിൽസിൽ ഉണ്ടാവും. അതുപോലെ ടെസ്റ്റിസിൽ ഉണ്ടാവും മെയിലിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗ്ലാൻഡ് ഏതാ? ഹൈപ്പോതലാമസ് ആണ്. നമ്മളെ ഫസ്റ്റ് ഗ്ലാൻഡ് ഏതാ? ഹൈപ്പോതലാമസ് ആണ്. അപ്പൊ ഹൈപ്പോതലാമസിനെ കുറിച്ച് പറയാൻ പോട്ടെ, പറയട്ടെ. ഹൈപ്പോതലാമസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ലൊക്കേറ്റഡ് അറ്റ് ബേസ് ഓഫ് ഡൈൻസെഫലോൺ. ഡൈൻസെഫലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീജിയൻ ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിനിൽ, അതിന്റെ ബേസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ന്യൂറോ എൻഡോക്രൈൻ സ്ട്രക്ചർ ആണ്. നമ്മൾ ഇതൊരു ട്രൂ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എന്താണ്? ന്യൂറോ എൻഡോക്രൈൻ സ്ട്രക്ചർ ആണ്. ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്ത്? ന്യൂറോ ഹോർമോൺ. അപ്പൊ ഹൈപ്പോതലാമസിൽ ഒരുപാട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോന്നും നമ്മൾ പഠിക്കുകയാണ്. തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോട്രോപ്പിൻ റിലീസിങ് ഫാക്ടർ, അതിന്റെ ഷോർട്ട് ഫോം ആണ് TRH അല്ലെങ്കിൽ TRF. ഈ തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഒരു ട്രൈപെപ്റ്റൈഡ് ആണ്. അപ്പൊ തൈറോ എന്ന് കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ ഇവരെന്താ ചെയ്യുക? സ്റ്റിമുലേറ്റ് ദ റിലീസ് ഓഫ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് പ്രൊലാക്റ്റിൻ ബൈ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, പ്രൊലാക്റ്റിൻ ഉണ്ട്. അങ്ങനെ ഒരു 7-8ഓളം ഹോർമോൺസ് ഉണ്ട്. അതിൽ ഈ പ്രൊലാക്റ്റിനും തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവരെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. നിങ്ങൾ ഇത് ഏത് ഹോർമോൺ പഠിക്കുമ്പോഴും അതുമായിട്ടൊരു കണക്ഷൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് ഐഡിയ വെച്ചിട്ട് പഠിക്കുക, അല്ല ബൈ ഹേർട്ട് ചെയ്യല, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പൊ ഈ തൈറോയിഡ് റിലീസിങ് ഹോർമോൺ ഉണ്ടല്ലോ, അവര് ആന്റീരിയർ പിറ്റ്യൂട്ടറി, ഇവര് ആക്ച്വലി എവിടെ ഉണ്ടാവുക? ഹൈപ്പോതലാമസിലാണ്. ഹൈപ്പോതലാമസിലുള്ള സാധനം ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയും പ്രൊലാക്റ്റിന്റെയും അടുത്തേക്ക് വന്നിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്ത് റിലീസ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്? ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം വഴിയാണ്. പിന്നെ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. നമ്മളെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ 2 ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺസ് ഉണ്ട്, ഒന്ന് LH ഉം ഒന്ന് FSH ഉം. ഈ LH ഉം FSH ഉം ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ആവണമെങ്കിൽ ആദ്യം ഹൈപ്പോതലാമസ് എന്ന ഒരു ഹോർമോൺ വന്നിട്ട് ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്നിട്ട് ആ ഒരു FSH-നെയും LH-നെയും വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോഴാണ് അവർ റിലീസ് ആവുക. അപ്പോൾ അവരാണ് ഗൊണാഡ. ഈ ഹൈപ്പോതലാമസിലുള്ള ആ ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഗൊണാഡ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഗൊണാഡ് റിലേറ്റഡ് ആണ്. ഗൊണാഡ് റിലേറ്റഡ് ഹോർമോൺസ് ഏതൊക്കെയാണ്? FSH ഉണ്ട്, LH ഉണ്ട്. ഇവരെന്താണ്? ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്, റെസ്പോൺസിബിൾ ഫോർ ദ റിലീസ് ഓഫ് FSH ആൻഡ് LH ഫ്രം ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഇനി അടുത്താണ് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. ഈ നമ്മളെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഒരു ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്. ആ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യണമെങ്കിൽ ഹൈപ്പോതലാമസ് എന്ന ഒരു ഹോർമോൺ വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യണം. ഓക്കെ, ആ ഹൈപ്പോതലാമസിലുള്ള ആ ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. അതിന്റെ ഷോർട്ട് ഫോം എന്താ? GHRH ആണ്. ഇതിനെ നമുക്ക് എന്താ വിളിക്കാം? ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഫാക്ടർ എന്ന് വിളിക്കാം. ഇവര് 44 അമിനോ ആസിഡ് പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഇവര് റിലീസ്ഡ് ഫ്രം ന്യൂറോ സെക്രട്ടറി നെർവ് ടെർമിനൽസ്. അതായത് ഈ ഹൈപ്പോതലാമസിൽ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന സെല്ലുകളൊക്കെയാണ് ന്യൂറോ സെക്രട്ടറി സെൽസ് എന്ന് പറയുന്നത്. അതിന്റെ ന്യൂറോ സെക്രട്ടറി സെൽസിന്റെ നെർവ് ടെർമിനൽസ് ഉണ്ടാവുമല്ലോ, അവിടുന്ന് ഈ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. എന്നിട്ട് carried by the hypothalamus-hypophyseal portal circulation. പോർട്ടൽ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ. നമ്മൾ ഹൈപ്പോതലാമസും അതുപോലെ പിറ്റ്യൂട്ടറിയും തമ്മിലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്, അതിനാണ് ഹൈപ്പോതലാമോ-ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സർക്കുലേഷൻ. അതുവഴി എന്ത് ചെയ്യും? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തും. എന്നിട്ട് ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തിയ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? ഗ്രോത്ത് ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ അവരെ പ്രൊഡക്ഷൻ നടക്കും. ഓക്കെ,
ഇനി സൊമാറ്റോസ്റ്റാറ്റിൻ, നമ്മൾ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ പറഞ്ഞില്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളാണ് ആയിട്ട് സൊമാറ്റോസ്റ്റാറ്റിൻ. അതിന് മറ്റൊരു പേരാണ് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ GHIH. ഇവരെന്താണ് ചെയ്യുക? ജസ്റ്റ് ഒപ്പോസ് ദ ആക്ഷൻ ഓഫ് GHRH. അവിടെ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ എന്തിനെ സഹായിക്കുന്നത്? ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇവരെന്തെയും ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാതിരിക്കാൻ ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? സൊമാറ്റോസ്റ്റാറ്റിൻ. നിങ്ങൾ സൊമാറ്റോട്രോപ്പിൻ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും, അപ്പൊ ഇത് മാറരുത്. സൊമാറ്റോസ്റ്റാറ്റിൻ എന്താണ്? ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഇതൊരു 2 പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഒരു പെപ്റ്റൈഡിൽ 14 അമിനോ ആസിഡ് ഉണ്ടാവും, മറ്റേ പെപ്റ്റൈഡിൽ 28 അമിനോ ആസിഡ് ഉണ്ടാവും. പെപ്റ്റൈഡ് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ് ആണ്. ഇതൊരു ഇൻഹിബിറ്ററി ഹോർമോൺ ആണ്, ആസ് ഇറ്റ് ഇൻഹിബിറ്റ് ഗ്രോത്ത് ഹോർമോൺ സെക്രീഷൻ. ആൻഡ് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇവര് അതിന് മാത്രമല്ല ഇൻഹിബിറ്റ് ചെയ്യുന്നത്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സപ്രസ് ചെയ്യും. അതുപോലെ ഇൻസുലിൻ, ഗ്ലൂക്കാഗോൺ, പാൻക്രിയാറ്റിക് എക്സോക്രൈൻ സെക്രീഷൻ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ ഹോർമോൺ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്രസ് ചെയ്യുന്നുണ്ട്. ഇവര് നമ്മളെ പെരിവെൻട്രിക്കുലർ സൊമാറ്റോസ്റ്റാറ്റിൻ ഉണ്ട്. നമ്മുടെ ഹൈപ്പോതലാമസിൽ ഒരു പെരിവെൻട്രിക്കുലർ സൊമാറ്റോസ്റ്റാറ്റിൻ ന്യൂറോൺ ഉണ്ട്. അതിന്റെ നെർവ് ടെർമിനലിൽ നിന്ന് എന്ത് ചെയ്യും? ഇവർ റിലീസ് ചെയ്യപ്പെടും, എന്നിട്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെത്തും, എന്നിട്ട് ഇവര് ഈ പറയപ്പെട്ട ഹോർമോണിനൊക്കെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ഇനി കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോണ്, കോർട്ടിക്കോ എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് അഡ്രീനൽ ഹോർമോൺസ് ആണ്. അഡ്രീനൽ ഹോർമോൺസുമായി ബന്ധപ്പെട്ട, അഡ്രീനൽ ഹോർമോൺസ് എവിടെ കിടക്കുക? കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ് ഈ അഡ്രീനൽ ഹോർമോൺസ് എന്ന് പറയുന്നത്. അതിന്റെ അടുത്തായിട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഈ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഫാക്ടർ എന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ കോർട്ടിക്കോ ലിബറിൻ എന്ന് വിളിക്കാൻ പറ്റും. ഇവരൊരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്, ഇവരൊരു ന്യൂറോ ട്രാൻസ്മിറ്ററും കൂടെയാണ്. മറക്കരുത് കേട്ടോ. പിന്നെ വരുന്നതാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ എന്ന് പറയുമ്പോൾ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അതുപോലെ തന്നെ ഒരു ന്യൂറോ ഹോർമോൺ ആണ്. ഡോപ്പമിൻ നമ്മളെ പുറത്തുനിന്ന് നമുക്ക് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ പറ്റും, നമ്മളെ നാച്ചുറലി നമ്മളെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? പ്രൊലാക്റ്റിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്നാമത്തത് എന്താണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് കഴിഞ്ഞു. നമുക്ക് ഫിഗർ അറിയാലോ, ഫിഗർ കണ്ടില്ലേ? ഫിഗറിൽ എവിടെ കിടക്കുന്ന? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന് നേരെ താഴെയാണ് പിറ്റ്യൂട്ടറി കിടക്കുന്നത്. അപ്പൊ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഒരു ബന്ധം ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ വന്ന പിറ്റ്യൂട്ടറി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിറ്റ്യൂട്ടറി എവിടെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചാൽ, ലൊക്കേറ്റഡ് ഇൻ സെല്ല ടെർസിക്ക ഓഫ് സ്ഫീനോയിഡ് ബോർഡ്. സ്ഫീനോയിഡ് ബോർഡിൽ ഒരു സെല്ല ടെർസിക്ക ഒരു ക്യാവിറ്റി ഉണ്ട്, അതിലാണ് ഇവിടെ ആര് കിടക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പൊ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോതലാമസ് ഓൾറെഡി അവരൊരു കണക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ കണക്ഷൻ ഏത് വഴിയാണ്? ഇൻഫണ്ടിബുലം വഴിയാണ്. ഓക്കെ, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ 3 ഭാഗമാക്കിയിട്ടുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറി ആക്കിയിട്ടുണ്ട്, ഇന്റർമീഡിയറ്റ് പിറ്റ്യൂട്ടറി ആക്കിയിട്ടുണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആക്കിയിട്ടുണ്ട്. ഇത് മൂന്നിലും വെവ്വേറെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫിഗർ വെച്ചിട്ട് ജസ്റ്റ് പറയാണ്, ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസിന്റെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, നമ്മൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി കാണിച്ചിരുന്നു. പോസ്റ്റീരിയർ, നമ്മളിവിടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി മാത്രമാണ് കാണിക്കുന്നത്. ഇവിടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി കാണിക്കുന്നുണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി കാണിക്കുന്നുണ്ട്. ഈ ഹയർ മാമൽസിലൊക്കെ ഇന്റർമീഡിയറ്റ് നമ്മൾ അങ്ങനെ കാണിക്കൂല. അപ്പോൾ ഹൈപ്പോതലാമസിലുള്ള ഹോർമോൺസ് ഇവിടെ റിലീസ് ചെയ്യും. ആന്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺസ് എന്തൊക്കെയാണ്? അഡ്രിനോകോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺസ്, തൈറോട്രോപ്പിക് ഹോർമോൺ, അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ ഹോർമോൺ, ഇതൊക്കെ എന്താണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺ. ഇനിയും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇവര് സെപ്പറേറ്റ് ഓരോ ഓർഗനെ പോയിട്ട് ആക്ട് ചെയ്യും. അതൊക്കെ നമ്മൾ ഓരോന്ന് പഠിക്കും. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹൈപ്പോതലാമസ് എന്നൊരു ഹോർമോൺ വരും. ആ ഹോർമോൺ വന്നിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ കിടക്കും. ഹൈപ്പോതലാമസിലുള്ള ഒരു ഹോർമോൺ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ വന്ന് സ്റ്റോർ ചെയ്യും. ഓക്കെ, അത് എന്നിട്ട് റിലീസ് ചെയ്യപ്പെടും. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ഇവിടെ ഗ്രോത്ത് ഹോർമോണും ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഫോം ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിന്റെ മറ്റൊരു പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. മറക്കരുത്, ക്വസ്റ്റ്യൻ ചിലപ്പോൾ അഡിനോ ഹൈപ്പോഫൈസിസ് എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പൊ നിങ്ങളത് ഓർത്ത് വെക്കണം, എന്താണ് അഡിനോ ഹൈപ്പോഫൈസിസ്. അതിലെ ഫസ്റ്റ് ഹോർമോൺ ആണ് ഗ്രോത്ത് ഹോർമോൺ. അതിന് നമുക്ക് സൊമാറ്റോട്രോപ്പി എന്ന് പറയും. സൊമാറ്റോസ്റ്റാറ്റിൻ ഉണ്ടായിരുന്നു. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമിക് ഹോർമോൺ ആണ്, ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഇവരെന്ത് ചെയ്യാം? നമ്മുടെ ബോഡി ഗ്രോത്തിന് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. അതുപോലെ സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് IGF-1. ഓക്കെ, ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ ആണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഹോർമോൺ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആന്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്ന് പറയുമ്പോൾ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അവരെന്താ ചെയ്യുക? മാമറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അതുവഴി മിൽക്ക് പ്രൊഡക്ഷൻ നടക്കും. ശരിക്കും എന്താ അറിയോ, ഈ മാമറി ഗ്ലാൻഡിൽ മിൽക്ക് പ്രൊഡക്ഷൻ പ്രഗ്നൻസിന്റെ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ആ മിൽക്ക് എന്ത് ചെയ്യില്ല, പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടില്ല. കാരണം എന്താ അറിയോ,
ആ സമയത്ത് പ്രഗ്നൻസിന്റെ സമയത്ത് പ്രൊജസ്ട്രോൺ നല്ല കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മിൽക്കിന്റെ റിലീസിനെ തടയും. പക്ഷെ ഡെലിവറിക്ക് ശേഷം പ്രൊജസ്ട്രോണിന്റെ ലെവൽ എന്ത് ചെയ്യും? കുറയും, താഴ്ന്നു പോവും. അത് കാരണം ഈ സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള മിൽക്ക് റിലീസ് ചെയ്യപ്പെടും. മനസ്സിലായോ? പ്രഗ്നൻസിന്റെ സമയത്ത് ഹൈ പ്രൊജസ്ട്രോൺ ആണ്, അതുകൊണ്ട് തന്നെ മിൽക്ക് ഇജക്ഷനെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക്കോ ഹോർമോൺ ആണ്. അതിന്റെ ഷോർട്ട് ഫോം ACTH ആണ്. നമുക്ക് എന്ത് വിളിക്കാം? കോർട്ടിക്കോ ട്രോപ്പി എന്ന് വിളിക്കാം. ഇതൊരു പോളിപെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അതായത് പോളിപെപ്റ്റൈഡ് ആണ് ഒരുപാട് പെപ്റ്റൈഡ്. അപ്പോൾ നമുക്ക് ചുരുക്കി എന്ത് പറയാം? പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ 39 അമിനോ ആസിഡ് ഉണ്ട്. ഇവരെന്താ ചെയ്യുന്ന അറിയോ? അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ഉണ്ടല്ലോ, അഡ്രിനൽ ഗ്ലാൻഡിൽ കോർട്ടെക്സ് ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻഡിൽ മെഡുല്ല ഉണ്ട്. ഈ കോർട്ടെക്സിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കോർട്ടിക്കോസ്റ്റീറോയിഡ്സിനെ സിന്തസൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒരുപാട് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഉണ്ട്. അതിൽ ഒരാളാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനാണ് മെയിൻലി ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതിന്റെ ഷോർട്ട് ഫോം എന്താണ്? TSH ആണ്. മറ്റൊരു പേര് തൈറോട്രോപ്പിൻ. പേര് തന്നെ കിട്ടും, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താ? തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയിഡ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യപ്പെടും. അപ്പൊ സ്റ്റിമുലേറ്റ് തൈറോയിഡ് സെക്രീഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. അതുപോലെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റിനും സഹായിക്കും. ഇനി ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്, FSH. FSH മെയിലിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. മെയിലിൽ എന്തിനാ വെച്ചാല് നമ്മളെ ഫീമെയിൽസിന്റെ മെൻസ്ട്രൽ സൈക്കിൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അത് റീപ്രൊഡക്ഷൻ നമ്മൾ പഠിക്കും. മെൻസ്ട്രൽ സൈക്കിൾ എന്താ സംഭവിക്കുക? ഒരു പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിൾ ആവും, സെക്കൻഡറി ഫോളിക്കിൾ ഗ്രാഫീൻ ഫോളിക്കിൾ ആവും, ഗ്രാഫീൻ ഫോളിക്കിൾ റപ്ചർ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഓവം പുറത്തു വരിക. അപ്പൊ ഈ ഒരു ഫോളിക്കിളിന്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന ആരാണ്? FSH ആണ്. മെയിലിന്റെ കേസിൽ സ്പെർമാറ്റോജെനിസിസ് നടക്കും. സ്പേം ഉണ്ടാവുന്ന പ്രോസസ്സിനാണ് സ്പെർമാറ്റോജെനിസിസ് അറിയുക. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? FSH അറിയുന്നത്. ഇനി LH ആണ്. LH എന്ന് പറയുമ്പോൾ എന്താണ്? ലൂട്ടനൈസിങ് ഹോർമോൺ ആണ്. അത് ഫീമെയിലും ഉണ്ട്, മെയിലിലും ഉണ്ട്. അത് ആരാണ് സിന്തസൈസ് ചെയ്യുന്നത്? ഗൊണാഡോട്രോപ്സ് ആണ് സിന്തസൈസ് ചെയ്യുന്നത്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള ഗൊണാഡോട്രോപ്സ് ആണ് ലൂട്ടനൈസിങ് ഹോർമോണിനെ സിന്തസൈസ് ചെയ്യുന്നത്. ഇവർക്ക് നമ്മൾ എന്തും വിളിക്കാൻ പറ്റും? ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് വിളിക്കാൻ പറ്റും. ഷോർട്ട് ഫോം ആയിട്ട് ICSH എന്ന് വിളിക്കാൻ പറ്റും. ഇവരെന്താ ചെയ്യുന്നത്? ഫീമെയിലും മെയിലും ആക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഫീമെയിലിൽ ഓവുലേഷൻ നടക്കാൻ സഹായിക്കും. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെൻസ്ട്രൽ സൈക്കിളിലെ 14th ഡേയിൽ ഈ ഗ്രാഫിയൻ ഫോളിക്കൽ പൊട്ടിയിട്ട് ഓവം പുറത്തോട്ട് വരുമല്ലോ, അതാണ് ഓവുലേഷൻ. ആ ഓവുലേഷൻ സഹായിക്കുന്നതാണ് LH. ഈ ഓവുലേഷന്റെ സമയത്ത് LH ഭയങ്കര കൂടുതലായിരിക്കും, പീക്കിലെത്തും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? LH സർജ് എന്ന് വിളിക്കുന്നത്. പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീഷൻ, മെയിലിൽ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ആണ്, ഒരു ഹോർമോൺ ആണ്. അതിന് സഹായിക്കുന്ന ആളാണ് ആര്? ലൂട്ടനൈസിങ് ഹോർമോൺ. ലൂട്ടനൈസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ എന്ത് ചെയ്യുള്ളൂ? സെക്രീറ്റ് ചെയ്യപ്പെടുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ഹോർമോൺ മറ്റൊരു ഹോർമോൺ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യും. അതാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി 3 വിഭാഗമാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള ഹോർമോൺസ് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തതാണ് ഇന്റർമീഡിയറ്റ് പിറ്റ്യൂട്ടറി. ഇത് ലോവർ വെർട്ടിബ്രേറ്റ്സിലായിരിക്കും വെൽ ഡെവലപ്ഡ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഹ്യൂമൻസിൽ ഫീറ്റൽ ലൈഫിൽ എന്താവും? ഇറ്റ് അട്രോഫീസ്, അത് എന്താവും? നശിച്ച് പോകും. ഓക്കെ. ആൻഡ് കംപ്ലീറ്റ്ലി മെർജ്ഡ് വിത്ത് ആന്റീരിയർ ലോബ്. ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ടാവുമല്ലോ, അതുമായിട്ട് മെർജ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന് നമ്മളെ ലോവർ വെർട്ടിബ്രേറ്റ്സിലൊക്കെ ഇത് നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മളെ കേസിൽ ഇതൊന്നും കാണാൻ പറ്റില്ല, കാരണം ഇത് ആന്റീരിയർ ലോബുമായിട്ട് മെർജ് ചെയ്യും. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏക ഹോർമോൺ എന്ന് പറയുന്നത് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മറ്റൊരു പേരെന്താ? മെലാനോട്രോപ്പിൻ എന്നാണ്. ഇവരെന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നത്? നമ്മളെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ, സ്കിന്നിന്റെ കളർ, അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതായത് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് പിഗ്മെന്റേഷൻ. ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് പിഗ്മെന്റേഷൻ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പ്രൊസീഡ് ചെയ്തോട്ടെ. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങളും കൂടെ പറയാൻ പോവാണ്. സൈഡ് മാറിപ്പോയി. ഓക്കെ, ഇവിടെ അല്ലേ എത്തി. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. നമ്മൾ നേരത്തെ ഫിഗറിലെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ 2 ഹോർമോണാണ് കാണുക. ഒന്ന് ഓക്സിറ്റോസിനും ഒന്ന് ADH-ഉം. ADH എന്ന് പറഞ്ഞാൽ എന്താ? ADH എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആന്റി ഡയൂററ്റിക് ഹോർമോൺ ആണ് ADH. മറ്റൊരു പേര് ADH-ന് മറ്റൊരു പേരാണ് വാസോപ്രസിൻ. അപ്പൊ വാസോപ്രസിനും ഓക്സിറ്റോസിനും ആണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ കാണുക. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആക്ച്വലി ഈ വാസോപ്രസിൻ അഥവാ ADH-ഉം ഓക്സിറ്റോസിനും ഹൈപ്പോതലാമസിന്റെ ഹോർമോണാണ്. നമ്മള് ഹൈപ്പോതലാമസിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺസ് പോയിട്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോൺസിനെ ആക്ടിവേറ്റ് ആക്കുന്നാണ് പറഞ്ഞത്.
പക്ഷെ ഈ ഓക്സിറ്റോസിനും ADHും ശരിക്കും എന്താണ്, ഹൈപ്പോതലാമസിന്റെ ഹോർമോൺസ് ആണ്. അത് വന്ന് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്യപ്പെടും, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. സോ ശരിക്കും ഇത് ഹൈപ്പോതലാമസിന്റെ ഹോർമോണാണ്, പക്ഷെ സ്റ്റോർ ചെയ്യപ്പെടുന്ന എവിടെയാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. അപ്പൊ ഇവിടെ ബ്ലഡ് സപ്ലൈ ഉണ്ടാവും, കാപ്പിലറി ബ്ലഡ് ഉണ്ടാവും, വീനസ് ഡ്രെയിനേജ് ഉണ്ടാവും. ഇതുവഴിയാണ് നമ്മളുടെ ഹോർമോൺസ് പുറത്തോട്ട് വരിക. ഓക്സിറ്റോസിൻ എപ്പോഴാണ് ആവശ്യം വരിക? മാമറി ഗ്ലാൻഡിന്റെ ഡെവലപ്മെന്റ്, പ്രഗ്നൻസിന്റെ സമയത്ത്, പിന്നെ ഡെലിവറിയുടെ സമയത്ത് ഈ ഒരു കൺട്രാക്ഷൻ നടക്കണല്ലോ, ആ കൺട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഓക്സിറ്റോസിൻ. ADH എന്താ? ആന്റി ഡയൂററ്റിക് ഹോർമോണാണ്, നമ്മളെ കിഡ്നിയിലൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്. എന്തിനാ അറിയോ? നമ്മൾ ഈ ADH ഡെഫിഷ്യൻസി ഉള്ള ആളുകളെ, ചില ആളുകൾ ഉണ്ടാവും കുടിച്ച വെള്ളമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ തന്നെ യൂറിനായിട്ട് പാസ് ചെയ്യുന്നു. അതിന്റെ കാരണം എന്താ അറിയോ? ADH ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്കാണ് അങ്ങനെ അസുഖം ഉണ്ടാകുക. അങ്ങനത്തെ അസുഖത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയാബറ്റീസ് ഇൻസിപ്പിഡസ്. അതായത് അവർ എന്തൊക്കെ കുടിച്ചോ ഇനി അവരെ ഷുഗർ എല്ലാം അവരുടെ യൂറിനായിട്ട് പോകും, ഒന്നും എന്ത് ചെയ്യില്ല, കിഡ്നി റീഅബ്സോർബ് ചെയ്യില്ല. കാരണം എന്താ? ADH ഇല്ലാത്തതാണ് കാരണം. അപ്പോൾ ADH വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹോർമോണാണ്, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഹോർമോണാണ് ADH. അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിന്റെ മറ്റൊരു പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ്. എക്സാമിന് ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസസ് 2 ഹോർമോൺസ്. ശരിക്കും ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ആർ ട്രാൻസ്പോർട്ടഡ് ടു ന്യൂറോ സെക്രീറ്ററി സെൽസ് ഓഫ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അത് നേരെ ഇവിടേക്ക് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ കൊണ്ടുപോയിട്ട് ഇടും, എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. സോ ആക്ച്വലി ദീസ് both the hormones, that is oxytocin and vasopressin, is actually released in hypothalamus, and then they are transported to posterior pituitary. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓക്സിറ്റോസിനെ കുറിച്ച് പറയാം. അതിന്റെ മറ്റൊരു പേരാണ് പിറ്റോസിൻ. അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ബർത്ത് ഹോർമോൺ എന്ന് വിളിക്കാൻ പറ്റും. അതുപോലെ എന്തിനാ സഹായിക്കുന്നത്? ഇവർ യൂട്രൈൻ കൺട്രാക്ഷനെയാണ് സഹായിക്കുന്നത്. അതുപോലെ they stimulate release of milk from mammary gland. മാമറി ഗ്ലാൻഡിൽ നിന്ന് മിൽക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. വാസോപ്രസിൻ ആണ് അടുത്തത്. ഇവരും ഹൈപ്പോതലാമിക് ഹോർമോൺസ് ആണ്, സ്റ്റോർ ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. മറ്റൊരു പേര് ADH, ആന്റി ഡയററ്റിക് ഹോർമോൺ എന്നാണ്. പിട്രസിൻ എന്ന് വിളിക്കും. ഇവര് വാസോ കൺസ്ട്രിക്ഷനെ സഹായിക്കും. ഈ വാസോ കൺസ്ട്രിക്ഷൻ, വാസോ മീൻസ് റിലേറ്റഡ് ടു ബ്ലഡ് വെസൽ. ആ ബ്ലഡ് വെസൽസിനെ അങ്ങോട്ട് കൺസ്ട്രിക്ട് ചെയ്ത് എന്തുണ്ടാവും? നമ്മളൊരു പൈപ്പ്, ആ പൈപ്പ് നമ്മളാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള സ്പേസ് കുറയില്ലേ, അപ്പോൾ വെള്ളത്തിന് പമ്പിങ് സ്പീഡ് കൂടൂലേ? അതുപോലെ ബ്ലഡ് വെസലിൽ ചുരുക്കി കഴിഞ്ഞാൽ അതിന്റെ ബ്ലഡ് പ്രഷർ കൂടും. അതുപോലെ ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് DCT ആൻഡ് കളക്ടിങ് ഡെപ്ത് ഓഫ് ദി കിഡ്നി നെഫ്രോൺ, റിസൾട്ടിങ് ഇൻ ലെസ് വാട്ടർ ഇൻ ദ യൂറിൻ. ആക്ച്വലി നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ യൂറിനായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. എന്താ സംഭവിക്കുന്നത്? നമ്മൾ കിഡ്നിയുടെ നെഫ്രോൺസ് ഉണ്ടല്ലോ, അതിൽ പ്രോക്സിമൽ കൺവോല്യൂട്ടീവ് ട്യൂബ്യൂൾ ഉണ്ട്, ഡിസ്റ്റൽ കൺവോല്യൂട്ടീവ് ട്യൂബ്യൂൾ ഉണ്ട്, കളക്ടിങ് ഡക്റ്റ് ഉണ്ട്. ഇവർ മാക്സിമം എന്ത് ചെയ്യാൻ തുടങ്ങും? ആ പോകുന്ന യൂറിന്ന് മാക്സിമം വേണ്ട സാധനങ്ങളും വാട്ടറും ഒക്കെ വലിച്ചെടുക്കും. അപ്പൊ അതിനെ സഹായിക്കുന്ന ആളാണ് ഒരു വാസോപ്രസിൻ. അപ്പൊ വാസോപ്രസിൻ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന അസുഖമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. ഇനി പറയാൻ പോകുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ലാരിങ്സ് ഉണ്ടല്ലോ, സൗണ്ട് ബോക്സ്, അതിന്റെ ഐതർ സൈഡിലായിട്ടാണ് കിടക്കുക. ലാർജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഇവർ 3 ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. T3 ഉണ്ട്, T4 ഉണ്ട്, ട്രൈ അയോഡോ തൈറോണിൻ, പിന്നെ തൈറോക്സിന്, പിന്നെ മൂന്നാമത്താണ് കാൽസിറ്റോണിൻ. ഈ T3യും T4നെയും നമ്മൾ ടുഗദർ ആയിട്ട് എന്ത് വിളിക്കും? ജനറലി എങ്ങനെയായിട്ട് വിളിക്കുക? തൈറോയിഡ് ഹോർമോൺസ്. പക്ഷെ കാൽസിറ്റോണിൻ ഒരു ഹോർമോൺ തന്നെയാണ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ. അപ്പോൾ T3യും T4ന്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ നമ്മളെ മെറ്റബോളിസം ഉണ്ടല്ലോ അതിനെ കൺട്രോൾ ചെയ്യും, മെറ്റബോളിക് റേറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള Na+K+ATPase കോൺസെൻട്രേഷൻ ഉണ്ട്, അതിനെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ Na+K+ മെംബ്രെയിന്റെ പെർമിയബിലിറ്റി ഉണ്ടല്ലോ, നെർവ് ഇമ്പൾസിന്റെ സമയത്ത് Na+ ഉള്ളിലോട്ട് പോകും, അല്ലെങ്കിൽ Na+ പുറത്തോട്ട് പോകും. അതേ സമയത്ത് K+ ഉള്ളിലോട്ടോ പുറത്തോട്ടോ പോകും. അപ്പൊ ഈ ഒരു പെർമിയബിലിറ്റി കൂട്ടാനും ആര് സഹായിക്കുന്നുണ്ട്? T3 ആൻഡ് T4 സഹായിക്കുന്നുണ്ട്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ്, 2 തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാവും. ആ തൈറോയിഡ് ഗ്ലാൻഡ് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗത്തിനാണ് നമ്മൾ ഇസ്തുമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് തൈറോയിഡ് ഗ്ലാൻഡ് കിടക്കുന്നത്. കണ്ടോ? അടുത്ത ഫിഗറിലോട്ട് പോവാം. കാൽസിറ്റോണിന്റെ പ്രത്യേകത എന്താ അറിയോ? decreases blood calcium level by causing its deposition on bone, thus inhibit bone breakdown. അതായത് നമ്മളെ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടുതലാണ്. അപ്പൊ കാൽഷ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കാൽസിറ്റോണിൻ ഉണ്ടല്ലോ, തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യും. തൈറോയിഡ് ഗ്ലാൻഡ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? കാൽസിറ്റോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അത് ബ്ലഡിലോട്ട് വരും. അപ്പൊ എന്താവും? ഈ ബ്ലഡിലുള്ള കാൽഷ്യം, കൂടുതലായിട്ടുള്ള കാൽഷ്യം ഉണ്ടല്ലോ, അത് നേരെ എവിടേക്ക് പോകും? നമ്മളെ ബോണിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഈ ബോണിന്റെ ഒരു പ്രത്യേകത, ബോണിൽ കാൽഷ്യം കൂടിക്കഴിഞ്ഞാൽ ബോണ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടിക്കഴിഞ്ഞാൽ
ആ കാൽഷ്യം ലെവലിനെ ആര് കുറക്കും? കാൽസിറ്റോണിൻ കുറക്കും. എങ്ങനെയാണ് കുറക്കുന്നത്? ഈ കാൽസിറ്റോണിൻ വന്നത് കാരണം ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ ബോണിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ബോൺ നന്നായിട്ട് പവർ ആയിട്ട് നിൽക്കും, ബ്രേക്ക് ഡൗൺ സാധിക്കൂല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഹോർമോൺ ചെയ്യുന്നത്. അത് നമ്മൾ അവിടെ പറയും. അതുകൊണ്ട് തന്നെ കാൽസിറ്റോണിൻ ഈസ് ആന്റഗണിസ്റ്റിക് ടു പാരാതൈറോയ്ഡ് ഹോർമോൺ. ഇവിടെ ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആക്ടിവിറ്റി ആണ്. ഇവിടെ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ, ഓസ്റ്റിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ബോണുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. ഓസ്റ്റിയോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ബോൺ ഫോർമേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഇല്ല, ബോൺ ഫോർമേഷനെ സഹായിക്കും, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് കാൽസിറ്റോണിൻ. ഈ കാൽസിറ്റോണിൻ ഉണ്ടല്ലോ, തൈറോയിഡ് ഗ്ലാൻഡിന്റെ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സി സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സി സെൽസ് എന്ന് പറഞ്ഞാൽ ആരാ? പാരാ ഫോളിക്കുലർ സെൽസ്. അപ്പൊ ഇവിടെ നോക്കൂട്ടോ, തൈറോയിഡ് ഗ്ലാൻഡ് റിലീസസ് കാൽസിറ്റോണിൻ, കാൽസിറ്റോണിൻ റിലീസ് ചെയ്യും. ഓക്കെ, കാൽസിറ്റോണിൻ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് കാൽഷ്യം സാൾട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് എവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും? ബോളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. കാൽഷ്യം ഹോമിയോസ്റ്റാസിസ് ഇൻ ബ്ലഡ് എന്ന് പറയുന്നത് എത്രയാ? 9 to 11 milligram per 100 ml ഓഫ് ബ്ലഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? എന്നിട്ട് നമ്മളെ ബ്ലഡിൽ എന്ത് ചെയ്യും? ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയും. ക്ലിയർ ആണോ? ബ്ലഡിൽ കാൽഷ്യം ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ, നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ ആര് ആക്ട് ചെയ്യും? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് വന്നിട്ട് ആക്ട് ചെയ്യും. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ബാക്ക് സൈഡിൽ 4 പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, ഇവർ ആക്ട് ചെയ്യും. ഇവരെന്ത് ചെയ്യും? തൈറോയ്ഡ് ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഒരുപാട് ഈ ബോണിൽ കിടക്കുന്ന കാൽഷ്യം തിരിച്ച് വീണ്ടും എന്താവും? ബ്ലഡിലോട്ട് പോകും. അപ്പൊ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടും. അതേ സമയത്ത് ബോണിലുള്ള കാൽഷ്യം കുറയും. അപ്പൊ ബോൺ പൊട്ടാൻ തുടങ്ങും. അതിനാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളവിടെ പഠിക്കും. ഇതൊരു പ്രോസസ്സാണ്. കാൽഷ്യം ലെവൽ കൂടുമ്പോൾ കാൽസിറ്റോണിൻ വരും. കാൽസിറ്റോണിൻ വന്നു കഴിഞ്ഞാൽ കാൽഷ്യം ബോളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള കാൽഷ്യം കുറയും. കാൽഷ്യം കുറയുമ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ വന്നിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ബോളിലുള്ള കാൽഷ്യം തിരിച്ച് ബ്ലഡിലോട്ട് തന്നെ പോകും. ക്ലിയർ ആണോ? ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പറഞ്ഞാൽ 4 സ്മോൾ ഗ്ലാൻഡ് ആണ് എംബഡഡ് ഇൻ ദ പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ സർഫസിൽ കിടക്കുന്ന 4 ഗ്ലാൻഡ് ആണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇവരെന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? പാരാതൈറോയ്ഡ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇവരെന്താ ചെയ്യുന്നത്? ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടുകയാണ്. മറ്റ് കാൽസിറ്റോണിൻ എന്താ ചെയ്യുക? ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറക്കുകയാണ് ചെയ്യുക. ബ്ലഡിലെ കാൽഷ്യം ലെവൽ എങ്ങനെ കൂട്ടുക? ബോളിലായിരിക്കും കാൽഷ്യം കിടക്കുക. അതുപോലെ നമ്മളെ യൂറിനിലും കുറച്ച് കാൽഷ്യം ഉണ്ടാവും. അതിനെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും, എന്നിട്ട് ബ്ലഡിലോട്ട് കൊണ്ടുപോയിടും. അങ്ങനെ ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂടും. സ്റ്റിമുലേറ്റ് റിമൂവൽ ഓഫ് കാൽഷ്യം ഫ്രം ബോൺ ടു ഇൻക്രീസ് കാൽഷ്യം ഇൻ ബ്ലഡ്. ദസ് ലീഡ്സ് ടു ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്താ? ബോൺ ബ്രേക്കേജ് തുടങ്ങും, ബോണിൽ ദ്വാരങ്ങൾ വീഴും. ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്. ഓസ്റ്റിയോപോറോസിസ് പറഞ്ഞാൽ ബോണിൽ ദ്വാരങ്ങൾ വീഴുക. അപ്പോൾ ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ് ബോൺ പൊട്ടും. ബോൺ പൊട്ടാനുള്ള കാരണം എന്താ? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കൂടി കഴിഞ്ഞാൽ ബോൺ പൊട്ടാനുള്ള സാധ്യത കൂടും. പിന്നെ കിഡ്നിയുടെ റീഅബ്സോർപ്ഷൻ ഉണ്ടല്ലോ, DCT ഒക്കെ എന്ത് ചെയ്യും? യൂറിന്ന് മാക്സിമം കാൽഷ്യത്തെ റീഅബ്സോർബ് ചെയ്യാൻ തുടങ്ങും. ആരുടെ സഹായത്തോടെ? പാരാതൈറോയ്ഡിന്റെ സഹായത്തോടെ. അപ്പൊ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. കുട്ടികളെ ഓരോന്നും ശ്രദ്ധിച്ച് പഠിക്കണം. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് വരുന്ന സംശയം എന്നോട് ചോദിക്കണം. അതുപോലെ നിങ്ങളെ കയ്യിൽ ഫോൺ ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, അതും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. താങ്ക് യു ഓൾ.